ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ മുഖം വെളുപ്പിക്കലോ മുടി നീട്ടലോ അങ്ങനെ ഒന്നുമായിട്ടല്ല വന്നേക്കുന്നത്. നമ്മുടെ ഫേസിലും നമ്മുടെ ഹെയറിലും അപ്ലൈ ചെയ്യുന്ന ആരും അങ്ങനെ വർധന വസ്തുക്കളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകത്തെക്കുറിച്ചുള്ള അതിൻ്റെ കുറച്ച് ദോഷവശങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് തൊട്ടുമുമ്പായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. മഞ്ഞളും അലോവേര ജെല്ലും തമ്മിൽ മിക്സ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്കിന്നിന് അലർജി ഉണ്ടാവാൻ കാരണമാകുന്നു. തന്മൂലം നമ്മുടെ ആ ഒരു സ്കിന്നിനുള്ള നല്ലൊരു നാച്ചുറലായിട്ടുള്ള ആ ഒരു കളറുണ്ടല്ലോ, നിറം, അത് മങ്ങാനും കാരണമാകുന്നു. അടുത്തത് നാരങ്ങാനീരും അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ ഫേസിൽ നമ്മുടെ ഫേസിൻ്റെ അസിഡിറ്റി വർദ്ധിക്കുകയും തന്മൂലം നമ്മുടെ ഫേസിൽ ചുവപ്പ്, തടിപ്പ്, വരൾച്ചയൊക്കെ ഉണ്ടായി നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോകാനും കാരണമാകുന്നു. അലോവേര ജെല്ലിൻ്റെ കൂടെ നാരങ്ങാനീര് മിക്സ് ചെയ്യുന്നത് കൊണ്ട് അലോവേര ജെല്ലിൻ്റെ ഒരു ഗുണമുണ്ടല്ലോ, അതിനൊരു നാച്ചുറലായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ ആ ഒരു ഗുണം തന്നെ നഷ്ടമാവാൻ കാരണമാകുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ കറുകാപ്പട്ടയും നമ്മുടെ ഈ അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഒരിക്കലും ചെയ്തുകൂടാത്ത ഒരു ഘടകങ്ങളാണ് ഇത് രണ്ടും, അലോവേരയുടെ കൂടെ കറുകാപ്പട്ട. കാരണം ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും തടിപ്പും വീക്കവും ചുമപ്പും കാരണങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമാകുന്നു. അതേപോലെ തന്നെ നമ്മൾ ഡെയിലി ഇങ്ങനെ അലോവേര ജെല്ലിൻ്റെ കൂടെ ആ ഒരു കറുകാപ്പട്ട മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൽ കൂടെ നമ്മുടെ ഫേസ് ഒരുപാട് സെൻസിറ്റീവ് ആവാനും കാരണമാകുന്നു. തന്മൂലം നമ്മുടെ സ്കിന്നിന് ഒരുപാട് അലർജികൾ ഉണ്ടാവാനും കാരണമാകും. അടുത്തത് ഗ്ലിസറിനും അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്ത് ഒരിക്കലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലെ ജലാംശം വർദ്ധിക്കുകയും തന്മൂലം അതിൽ ഒരുപാട് ബാക്ടീരിയകൾ പെരുകാനും കാരണമാകുന്നു. മാത്രമല്ല ഗ്ലിസറിൻ്റെ ഹൈഗ്രോസ്കോപ്പിക് ഗുണങ്ങൾ നമ്മുടെ കറ്റാർവാഴയുടെ ആ ഒരു ഫലപ്രാപ്തിയെ തന്നെ കുറയ്ക്കാൻ കാരണമാകുന്നു. ടീ ട്രീ ഓയിൽ ഒരിക്കലും നമ്മുടെ കറ്റാർവാഴയ്ക്കകത്ത് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഒരിക്കലും പാടില്ലാത്ത ഒരു ഘടകമാണ് ടീ ട്രീ ഓയിൽ. ഇത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ കറ്റാർവാഴയിൽ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ ഫേസിൻ്റെ സെൻസിറ്റിവിറ്റി നന്നായിട്ട് കൂട്ടുകയും അതിൽ കൂടെ നമ്മുടെ ആ ഫേസ് തന്നെ വളരെ മോശമാകാവുന്ന ഒരു കണ്ടീഷനിലേക്ക് ആവുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ പലർക്കും അലോവേര ജെല്ലിൻ്റെ കൂടെ എന്തൊക്കെയാണ് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലോ ഹെയറിലോ ഒക്കെ ചെയ്യേണ്ടതെന്ന് ആർക്കും നന്നായിട്ട് അറിയത്തില്ല. അപ്പം അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അറിയാത്തവരിലേക്ക് അറിയിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാനിങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഞാൻ ഇനി അടുത്ത ഒരു പാർട്ട് 2 ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീണ്ടും ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.